ഗുഡ് ഈവനിങ്. എല്ലാവരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ ക്ലബ് FM ലവ് ബൈറ്റ്സിലേക്ക് പ്രിയൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം കൂട്ടുകൂടാൻ എത്തിയിരിക്കുന്നത് ഞാൻ പ്രിയനാണ്. മനസ്സ് മുഴുവനും സുഹറയാണ്. അയ്യോ, എൻ്റെ മനസ്സിൻ്റെ കാര്യമല്ല പറഞ്ഞ. 3ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന നമ്മുടെ മജീദിന്റെ മനസ്സിൽ സുഹറയാണ്. സുഹറയെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ക്ലാസ്സിൽ. സുന്ദരസുരഭിലമായ ആ നിമിഷങ്ങളിൽ എപ്പോഴോ ഇടുത്തി പോലെ മാഷിന്റെ ഒരു ചോദ്യം കാതിൽ വന്ന് വീണു. മജീദെ ഒന്നും എത്രയാണ് എന്ന്. വേർത്തുപോയി മജീദ്. ഉത്തരം അറിയില്ലല്ലോ, പിന്നെന്തു പറയും? അപ്പോഴാണ് മനസ്സിലൊരു ചിത്രം തെളിഞ്ഞത്. 2 ചെറിയ പുഴകൾ ഒഴുകി വലിയൊരു പുഴയായി മാറുന്ന കാഴ്ച. പെട്ടെന്നൊരു വെളിപാട് പോലെ മജീദ് വിളിച്ച് പറയാണ്, മാഷേ ഇമ്മണി വലിയ ഒന്ന് എന്ന്. ക്ലാസ്സിലെ കുട്ടികൾക്ക് ചിരിക്കാൻ വേറെന്തെങ്കിലും വേണോ? കുട്ടികളൊക്കെ ചിരിച്ചു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖിയിലെ അതേ മജീദിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ പുഴയെക്കുറിച്ച് ഓർക്കാൻ ഒരു കാര്യം കൂടിയുണ്ട്. ഇന്ന് ഞാനൊരു പുഴ കണ്ടു, നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു പുഴ. ആ പുഴ കണ്ടപ്പോഴാണ് ഞാൻ മജീദിനെ ഓർത്തത്, മജീദിന്റെ ഈ ഉത്തരം ഓർത്തത്. ഇമ്മണി വലിയ ഒന്ന്, 2 പുഴകൾ ഒഴുകി വലിയ ഒന്നായി മാറുന്നു. ആ ഉത്തരം ഒരർത്ഥത്തിൽ ശരിയല്ലേ? ശരിയാണ്. എന്തായാലും ഞാനിന്ന് കണ്ട പുഴ വലുതാകാനുള്ള കാരണം മഴത്തുള്ളികളാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അങ്ങനെ മഴ പെയ്ത് നിറഞ്ഞ പുഴയായിരുന്നു. മഴ പെയ്യട്ടെ, അങ്ങനെ മഴ പെയ്ത് കിണറും കുളവും പുഴയും തോടും കായലും ഒക്കെ നിറയട്ടെ. കൂട്ടത്തിൽ നമ്മുടെയൊക്കെ മനസ്സും. നിറഞ്ഞ മനസ്സോടെ ക്ലബ് FM ലവ് ബൈറ്റ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അടുത്ത ഗാനം നിങ്ങൾക്കായി. Once again, welcome back to Club FM Love Bites. ലവ് ബൈറ്റ്സുമായി ഞാൻ പ്രിയൻ വീണ്ടും നിങ്ങളോടൊപ്പം ഒന്നിക്കുന്നു. സുഹറയുടെയും മജീദിന്റെയും പ്രണയത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ഈ കഥകളിൽ ഒട്ടുമിക്ക പ്രണയങ്ങളും തീവ്രമായ വിഷയമാണ്. എപ്പോഴും തീവ്ര അനുരാഗം ഒരു വിജയകരമായ അവസ്ഥയിൽ കൊണ്ടെത്തണം, അല്ലെങ്കിൽ ഒരു ഹാപ്പി എൻഡിങ് ഉണ്ടാവണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അതിപ്പോൾ സിനിമയായാലും ഒരു നോവലായാലും ഇനി മറ്റെന്താണെങ്കിലും. പക്ഷെ പലപ്പോഴും പ്രാക്ടിക്കൽ ലൈഫിൽ അത് സാധ്യമാവാറില്ല, അല്ലേ? നമുക്ക് പലതും നഷ്ടപ്പെടാറുണ്ട്. ഇപ്പോൾ സുഹറയുടെയും മജീദിന്റെയും കാര്യമെടുത്ത് പറയുകയാണെങ്കിൽ തന്നെ മറിച്ചല്ലായിരുന്നു. ഒരു ഹാപ്പി എൻഡിങ് അല്ല ഒരിക്കലും സുഹറയുടെയും മജീദിന്റെയും ജീവിതം. പ്രണയം പ്രാക്ടിക്കൽ ലൈഫിൽ ഒരുപാട് വിട്ടുവീഴ്ചകൾക്ക് വിധേയമാണ്. നമുക്ക് നമ്മെ തന്നെ ചിലപ്പോൾ നഷ്ടപ്പെടാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എത്രയൊക്കെ വിട്ടുവീഴ്ചകൾ സഹിച്ചും പ്രണയം വിജയമാക്കി തീർക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതാണ് പ്രണയത്തിന്റെ ഏറ്റവും വലിയ മഹത്വം, അല്ലേ? അപ്പം ഇന്ന് എന്തായാലും ഞാൻ നിങ്ങളോട് ഈ വിഷയത്തെക്കുറിച്ച് കുറച്ചു നേരം ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. സാക്രിഫൈസ്, പ്രണയത്തിൽ നമ്മൾ ചെയ്യുന്ന സാക്രിഫൈസ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടി വരുന്ന സാക്രിഫൈസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു പ്രണയം വിജയമായി തീരാൻ ഒരാൾ ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ സാക്രിഫൈസ് എന്താണ്? അയാളുടെ കരിയറാണോ, അയാളുടെ ഫാമിലിയാണോ, അല്ലെങ്കിൽ അയാളുടെ ഹോബീസാണോ, മറ്റെന്താണ്? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്. അടുത്ത ഗാനം എത്തുകയാണിപ്പോൾ ക്ലബ് FM ലവ് ബൈറ്റ്സിൽ. Once again, welcome back to Club FM Love Bites. ലവ് ബൈറ്റ്സുമായി ഞാൻ പ്രിയൻ നിങ്ങളോടൊപ്പം ഒന്നിക്കുകയാണ്. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പ്രിയമുള്ള ഗാനങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടുന്നത് എനിക്ക് ലവ് ബൈറ്റ്സിലേക്ക് മെസ്സേജുകൾ അയയ്ക്കുക. CLUB സ്പേസ് പിന്നെ നിങ്ങളുടെ പേര് എഴുതിയിട്ട് 56070 എന്ന നമ്പറിലേക്ക് വേണം മെസ്സേജുകൾ അയക്കാൻ. മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെ ഞാൻ തിരിച്ചു വിളിക്കും. അവരായിരിക്കും നമ്മളോട് സംസാരിക്കുക. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ നമ്മളോടൊപ്പം ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം നിധിയെ. ഹായ് നിധി, ഗുഡ് ഈവനിങ്. നിധി എന്ത് ചെയ്യുന്നു? ബികോം ഫസ്റ്റ് ഇയർ. ഓക്കെ. നിധി എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ ഓർമ്മ വരുന്നു. ആരാ ഈ പേരിട്ടത്? അമ്മയും അച്ഛനും കൂടി ചേർന്നിട്ടതാണ്. ഒരു നിധി പോലെ അവർക്ക് തോന്നിയിട്ടാവും ഇട്ടുണ്ടാവുക, അല്ലെ? ഓക്കെ. നിധി, ഞാൻ ഇന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പ്രണയത്തിൽ ഏറ്റവും വലിയ സാക്രിഫൈസ് അല്ലെങ്കിൽ ഒരു വലിയ വിട്ടുവീഴ്ച എന്തായിരിക്കും, അതെന്താവണം എന്ന് ഞാൻ ചോദിച്ചിരുന്നു. നിധിക്ക് എന്ത് തോന്നുന്നു? ഒരാളുടെ ഒരു പ്രണയം സക്സസ്ഫുൾ ആവാൻ വേണ്ടി അയാൾ എടുക്കുന്ന വിട്ടുവീഴ്ചകളിൽ ഏറ്റവും വലുത് എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു ഫാമിലിനെ പിരിഞ്ഞ് താമസിക്കാൻ ഏറ്റവും വലിയ സാക്രിഫൈസ് ആയിരിക്കും. ഫാമിലി പിരിയേണ്ട ഒരു അവസ്ഥ എങ്ങനെയാ വരുന്നത്? ഇപ്പൊ വീട്ടുകാർക്ക് എല്ലാവർക്കും പ്രണയം ഇഷ്ടമാണെങ്കിൽ എങ്ങനെയാണ് ഫാമിലി പിരിഞ്ഞിരിക്കേണ്ടി വരിക? ഈ കാസ്റ്റ് ഡിഫറൻസിലൊക്കെ കല്യാണം കഴിക്കേണ്ട സമയത്തൊക്കെ. ഓക്കെ. വേറെ റിലീജിയൻ ഒക്കെ ആവുമ്പോഴേ ഉള്ള പ്രശ്നമാണ്, അല്ലെ? ഓക്കെ. അപ്പോ അച്ഛനും അമ്മയും ഒക്കെ വിട്ടു നിൽക്കേണ്ടി വരുന്നത് വലിയൊരു സാക്രിഫൈസ് തന്നെയായിരിക്കും. വലിയ സാക്രിഫൈസ് ആയിരിക്കും. ഇപ്പൊ എങ്ങനെയാണ്, ഏത് സ്റ്റേജിലാണ് നിധിയുടെ പ്രണയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്?
എനിക്കിപ്പോ ഒന്നും ഇല്ല. ഞാൻ പ്രണയം തന്നെ സാക്രിഫൈസ് ചെയ്ത അവസ്ഥയിലാണോ ഉള്ളത് നിധി? ഇല്ല, അങ്ങനെയില്ല. ഇപ്പം ഒന്നും അത് ആലോചിച്ചില്ല. ഇപ്പം ഇനി ഭാവിയിൽ ആലോചിക്കാം എന്നാണ് അല്ലെ? അത് അറിയത്തില്ല. ഇപ്പൊ എന്തായാലും അങ്ങനെ ഒരു അവസ്ഥയിലല്ല ഉള്ളത്. ഓക്കെ, നിധി പറയൂ, നിധിക്ക് ആർക്കാണ് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്? എന്റെ അമ്മയ്ക്ക്, അച്ഛൻക്ക്, അമ്മൂമ്മയ്ക്ക്. എല്ലാവർക്കും നല്ല പ്രണയഗാനം വെച്ചേരാം കേട്ടോ. സോ നിധി ആയിരുന്നു നമ്മളോടൊപ്പം സംസാരിച്ചത്. വളരെ സ്വീറ്റ് ആയിട്ട് സംസാരിച്ചു നിധി. സോ ഇതുപോലെ നിങ്ങൾക്കും ലവ് ബൈറ്റ്സിൽ എന്നോട് സംസാരിക്കാം. മെസ്സേജുകൾ അയക്കുക. CLUB സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 56070. ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക് ടു ക്ലബ് FM ലവ് ബൈറ്റ്സ്. ഞാൻ പ്രിയൻ വീണ്ടും നിങ്ങളോടൊപ്പം ഒന്നിക്കുകയാണ്. പ്രണയത്തിന് കണ്ണില്ല, കാതില്ല, മൂക്കില്ല എന്നൊക്കെ പറയാറുണ്ട് അല്ലെ? ശരിയാണ്. പ്രണയിക്കുന്ന സമയത്ത് ഈ കാമുകന്മാർ ചുറ്റുമുള്ളതൊന്നും അറിയുന്നില്ല, ഒന്നും കാണുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല, ഒന്നും അറിയുന്നില്ല. അവരുടെ ഇടയിൽ പ്രണയം മാത്രമാണ് ഉണ്ടാവുന്നത്. പിന്നെ അവരുടെ സുന്ദര സുരഭിലമായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ ഈ കണ്ണും കാതും ഒക്കെ തുറക്കുന്നൊരു സമയമുണ്ട്. അതെപ്പോഴാണെന്നറിയോ? ഈ പ്രണയം പൂത്തുലഞ്ഞതൊരു വിവാഹത്തിൽ വന്നെത്തുമ്പോഴാണ്. അപ്പോൾ കണ്ണ് തുറക്കും, ചിലതൊക്കെ കാണേണ്ടി വരുന്നു. കാത് തുറക്കും, ചിലതൊക്കെ കേൾക്കേണ്ടി വരുന്നു അല്ലെ? അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ പലപ്പോഴും ജീവിതത്തെ തിരിച്ചറിയുന്നത്. പ്രണയിക്കുന്നത് പോലെയല്ല നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കടക്കുമ്പോൾ. ഞാൻ ആരെയും പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പല വിട്ടുവീഴ്ചകളും നമുക്ക് ചെയ്യേണ്ടി വരും അത്തരം സന്ദർഭങ്ങളിൽ. ചിലർക്ക് കരിയർ തന്നെ, ഇഷ്ടപ്പെട്ട ഒരു ജോലി തന്നെ ചിലപ്പോൾ നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയൊരു സാക്രിഫൈസ്. പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ഉദയനാണ് താരം എന്ന ചിത്രം എടുക്കാം. സിനിമ എത്ര മോഹമായിരുന്നു ഉദയൻ എന്ന ആ കഥാപാത്രത്തിന്. ഒരു ജീവിതത്തിലേക്ക് തിരിയുമ്പോഴേക്കും സിനിമ കൊണ്ട് അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിയാതെ വരുന്നു. അപ്പോൾ ഒരു ജോലിയിലേക്ക് കടക്കേണ്ടി വരുന്നു. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാഷൻ വേണ്ടെന്ന് വെക്കേണ്ടി വരുന്നു അല്ലെ? അതൊരു വലിയ സാക്രിഫൈസ് തന്നെയാണ്. എനിവേ, വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പ്രണയത്തിലെ ഏറ്റവും വലിയൊരു സാക്രിഫൈസ് എന്തായിരിക്കാം? എന്നെ അറിയിക്കുക. ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ഞാൻ ഈ ചോദ്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ ഉത്തരങ്ങൾ, കമൻസുകൾ ഒക്കെ എനിക്ക് ആവശ്യമുണ്ട്. ഇപ്പോഴെന്തായാലും നമുക്ക് സുന്ദരമായ മറ്റൊരു ഗാനം കേൾക്കാം. ക്ലബ് FM ലവ് ബൈറ്റ്സിലൂടെ.